Good afternoon, all. Good afternoon, ma'am. നമ്മള് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ് അല്ലെ, അതിന്റെ ലാസ്റ്റ് ടോപ്പിക് വരെ ഇന്നലെ അത്യാവശ്യം ഓടിച്ചെത്തിച്ചു. നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? കുറച്ച് കൂടുതൽ ഇന്നലെ എടുത്തിരുന്നു. വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്യൂരിറ്റിയെ കുറിച്ചിട്ടാണ് അല്ലെ, ഓൺലൈൻ സെക്യൂരിറ്റി ആണ്. ഓൺലൈൻ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഈ കാലഘട്ടത്തില് എപ്പോഴും ഫോണില് തന്നെ നമുക്കിപ്പോ മെസ്സേജുകൾ ജസ്റ്റ് അറിയാറുണ്ട്. എല്ലാ കോളുകളും അല്ലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്നൊക്കെ അറിയിക്കണം. അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കരുത് എന്നൊക്കെ ഫോണില് തന്നെ ചിലപ്പോഴൊക്കെ നമുക്ക് മെസ്സേജുകൾ കേൾക്കാറുണ്ട് അല്ലെ. ലോക്കൽ കോളുകളൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശ്രദ്ധ വരാറില്ലേ? നിങ്ങൾ അടുത്തുള്ള നമ്പറുകൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒന്നും പറഞ്ഞ് ഉൾപ്പെടുത്തി കൊടുക്കരുത്, പാസ്വേഡുകളൊന്നും ഷെയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറില്ലേ? അപ്പൊ അത്തരം കാര്യങ്ങളുടെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള അല്ലെ ID കാർഡുകൾ ഉപയോഗിച്ച് അത് അവർക്ക് ആ ഒരു നമ്മുടേതായിട്ടുള്ള ഫയലുകളിലൊക്കെ നുഴഞ്ഞു കയറിയിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ് അല്ലെ. അക്കൗണ്ട്സിൽ നിന്നെല്ലാം പണമൊക്കെ പിൻവലിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജുകളൊക്കെ വരുമ്പോൾ എന്താ പറയുക, ഓപ്പൺ മൈൻഡിൽ നമ്മൾ വിശ്വസിച്ച് എല്ലാം വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ഈ കാലഘട്ടത്തിലൊന്നും സാധിക്കില്ല. കാരണം എല്ലാവരും വിശ്വസ്തരാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യം തന്നെയാണ് ഓൺലൈൻ സെക്യൂരിറ്റി എന്നുള്ള ഇതില് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് നോക്കാം. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെഡ്സ് refers to numerous risks and vulnerabilities that can compromise the security of individuals, organizations and systems when using the internet. നമ്മളിങ്ങനെ നെറ്റ് സർവീസ് ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെ നമുക്ക് അറിയാം ത്രെഡ്സുകൾ വരാൻ അല്ലെ. ത്രെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഭീഷണികള്. ഇന്റർനെറ്റിലൂടെ തന്നെ ത്രെഡ്സുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ അത് ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽസിനാണെങ്കിലും ഓർഗനൈസേഷൻ, ഏതൊക്കെ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സ്ഥാപനമാണെങ്കിലും എവിടെയും ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ഭീഷണികൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. There are some common online security threats. അങ്ങനെ നമ്മളുടെ അതായിട്ടുള്ള അല്ലെ അക്കൗണ്ട്സുകളൊക്കെ ചോർത്തിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ത്രെഡ്സുകളെയാണ് ഇവിടെ സാധാരണ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, മാൽവെയർ എന്നുള്ളത്. എന്താണ് മാൽവെയർ എന്ന് പറയുന്നത്? മാൽവെയർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മളുടെ അക്കൗണ്ടില് നമ്മളുടെ എന്തെങ്കിലും ബിസിനസിന്റേതായിട്ടുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിലെവിടെയൊക്കെ വൈറസിനെയൊക്കെ നിക്ഷേപിച്ചിട്ട് നമ്മുടെ ബിസിനസ് ട്രാക്കിനെ എങ്ങനെയെങ്കിലും അല്ലെ നമ്മുടെ ബിസിനസിന്റെ ആ നല്ല ഒഴുക്കിനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തടസ്സം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു രീതി അവലംബിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ അല്ലെ അതിന്റെ ആ ഒരു പ്രോഗ്രാം സിറ്റുവേറ്റ് ചെയ്യുന്നത് തന്നെ ഏതെങ്കിലും ഏത് കമ്പനിയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഫാം ആണെങ്കിലും അത് നന്നായിട്ട് സുഗമമായിട്ട് നടന്നുകൊണ്ട് പോവുകയായിരിക്കും. അവരുടെ ആ ബിസിനസ് ട്രാക്കിനെ ഒന്ന് തടസ്സം ചെയ്യുക അല്ലെ, അത് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് മെനഞ്ഞെടുത്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്താണ് മാൽവെയർ? ഷോർട്ട് ഫോർ മെലീഷ്യസ് സോഫ്റ്റ്വെയർ. അതിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള പേരെന്ന് പറയുന്നത് മെലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു രീതിയിലാണ് അതിന്റെ എക്സ്പ്ലെയിൻ, അതായത് അത് മെലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലും കൂടി അറിയപ്പെടും. ഓക്കെ, അതിന്റെ ഷോർട്ട് ഫോം ആണത്. ദെൻ കൺസിസ്റ്റ് ഓഫ് വൈറസ്. സാധാരണയായിട്ട് ഇതിൽ ഉൾക്കൊള്ളുന്നത് വൈറസ് ആണ്. ഏത് തരത്തിലുള്ള വൈറസും ഉൾപ്പെടാം അല്ലെ. വോംസ്, ട്രോജൻസ്, ട്രാൻസ്ഫോംവെയർ ആൻഡ് സ്പൈവെയർ, അങ്ങനെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. വൈറസുകളുണ്ട്. ഇതെല്ലാം വൈറസുകളുടെ പേരാണ് കേട്ടോ. നമ്മളിത് എന്താ പറയണ, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറി ആ പ്രവർത്തനങ്ങളെ തടസ്സം സൃഷ്ടിക്കാനായിട്ട് കമ്പനികൾ
എന്താണ് മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് മാൽവെയർ എന്ന് പറയുന്നത്. അപ്പൊ ആ 2 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. മാൽവെയർ എന്ന് പറയുന്നത് എന്താണ്? മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന് എന്തൊക്കെ ഉൾക്കൊള്ളാം അല്ലെ, ഏതൊക്കെ തരത്തിലുള്ള വൈറസുകളാണ് ഉൾക്കൊള്ളുന്നത്, അതിന്റെ എക്സാമ്പിളുകളായിട്ടൊക്കെ ചോദിച്ചാലും അല്ലെ എന്തെങ്കിലും ഓഡ് വൺ ഔട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഇത് വൈറസ് ആണെന്നുള്ള കാര്യം നിങ്ങളെ മൈൻഡിലേക്ക് മനസ്സിലാക്കി കൊണ്ടുവരാം. ബോംസ്, ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർ എന്ന പേരിലൊക്കെയാണ് ഈ വൈറസുകൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഈ പോയിന്റ് ഇത്രയും പോയിന്റ് ഒക്കെ ആയോ? 2 പോയിന്റ് ഞാൻ പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് നോക്കാം. ആണോ? മാൽവെയർ എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെന്റൻസിലേക്ക് നോക്കാം. Malware is outlined to damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operations. അതായത് നമ്മുടെ ഒരു ഡിവൈസിലേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്കൊക്കെ നമ്മളെ എന്തെങ്കിലും ചൂഷണം ചെയ്യണം അല്ലെ, നമ്മളിപ്പോ ഒരു ബിസിനസ് ഫേം നടത്തുകയാണെങ്കിൽ അതിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് നമ്മളെ ചൂഷണം ചെയ്തിട്ട് നമ്മുടെ കുറച്ച് ചിലപ്പോ നമുക്കറിയാം ചില നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ അതിന്റെയൊക്കെ ചിലപ്പോ സ്ട്രാറ്റജികൾ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കാനായിരിക്കും. മറ്റു കമ്പനികൾക്കൊക്കെ എന്താണ് അത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബിസിനസിന്റെ എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ കയറി പറ്റുന്നത്. ഒക്കെ വിവിധ ഉദ്ദേശങ്ങളുണ്ട് അല്ലെ. നാച്ചുറലി ഫിനാൻസ് മാത്രം തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല ഇത്തരത്തിലുള്ള വൈറസുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് ഉള്ള ഉദ്ദേശം എന്താണ്? ചിലപ്പോഴൊക്കെ എന്തെങ്കിലും അല്ലെ ഒന്നല്ലെങ്കിൽ ആ ബിസിനസ് ഫേമിനെ ഒന്ന് എല്ലാവരുടെയും മുമ്പിലും ചീറ്റ് ചെയ്യുക, പബ്ലിക്കിന്റെ മുമ്പിൽ ചീത്ത പേര് സൃഷ്ടിക്കുക, അതല്ലെങ്കിൽ എന്താണ് അവിടുത്തെ തന്ത്രങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ചൂഴ്ന്ന് അല്ലെ മനസ്സിലാക്കി എടുക്കുക, അതല്ലെങ്കിൽ എന്താണ് ഫിനാൻസ് അല്ലെ ഫിനാൻസിന്റെ കൺട്രോൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഫിനാൻസ് ഒക്കെ തട്ടിയെടുക്കുക, അങ്ങനെ പല പല ഉദ്ദേശ്യങ്ങൾ ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് നോക്കാം. മാൽവെയർ ഇസ് ഔട്ട്ലൈൻഡ് ടു ഡാമേജ് ഓർ അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി. എങ്ങനെയാണത്? സാധാരണ രീതിയിൽ ശരിയായ രീതിയിലല്ല മറ്റൊരു ഫേമിന്റെ നെറ്റ്വർക്കിലേക്കൊക്കെ അത് കയറി പറ്റുന്നത്. സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഓർ ഡാമേജ് നോർമൽ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ്. അപ്പൊ അവരുടെ സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസിന്റെ പ്രവർത്തനങ്ങളൊക്കെ അത് ഡാമേജ് ചെയ്യുകയും അല്ലെങ്കിൽ നല്ല നല്ല ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് മാൽവെയർ സോഫ്റ്റ്വെയർ ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമ്മുടെ ഫസ്റ്റ് ഇതിനെ കണ്ടു. എന്താണ്? മാൽവെയറിനെ കുറിച്ചിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഓൺലൈൻ സെക്യൂരിറ്റിയിലെ നെക്സ്റ്റ് പോയിന്റ്? ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ നമുക്കൊരു പെട്ടെന്നൊരു തോന്നലുണ്ട് അല്ലെ. ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? വലയിട്ട് മീനെ പിടിക്കുക എന്നുള്ള ഒരു മീനിങ്ങിലേക്ക് നോക്കാം. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വല ഉപയോഗിച്ചൊരു വല വിരിച്ച് മീനെ പിടിക്കുന്ന ഒരു ഇതിലേക്ക് നോക്കാം. അതായത് ഫിഷിംഗ് ഇൻവോൾവ്സ് deceitful attempts to deceive user, providing sensitive information like the password, credit card. Then phishing involves deceitful attempts to deceive users into providing sensitive information like passwords, credit card details or a personal data. അതായത് നമ്മളിപ്പോ അറിയാതെ തന്നെ അല്ലേ വല വിരിച്ച് നമ്മളിപ്പോ മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിലേക്കൊക്കെ വരും. അപ്പൊ നമ്മള് അതിലൊന്നും ശ്രദ്ധ അല്ലെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തൊന്നും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോ അപ്പഴേ അങ്ങനെ വിശ്വസിച്ച് എന്താണ് വിചാരിക്കുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അത് ഫ്രീ ആയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എളുപ്പമായി അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇത്തരത്തിലുള്ള ചില വ്യക്തികളൊക്കെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് തന്നെ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ നമ്മുടെ കമ്പനിയുടെ ഇതിലേക്കാണെങ്കിലും അല്ലെ ബിസിനസിന്റെ ആ ട്രാക്കിലേക്കൊക്കെ ഏതെങ്കിലും രൂപേണ അല്ലെ നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നല്ല മെസ്സേജുകളൊക്കെ കൊടുത്ത് ചിലപ്പോ ആണെങ്കിൽ അത് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇങ്ങനെ ഇൻഫോർമേഷൻസ് നിങ്ങൾ തരണം, നിങ്ങളുടെ ആധാർ ID തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് തരണം, അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലാന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ മെസ്സേജുകളായിരിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് ഓൾമോസ്റ്റ് എല്ലാവരും അത് ഓക്കെയാണ് ശരിയാണ് എന്നുള്ള മൈൻഡിലേക്ക് ഇൻഫോർമേഷൻസ് അങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫിഷിംഗില് പ്രധാനമായിട്ടും പറയുന്നത്
to deceive users into providing sensitive informations. അപ്പൊ വഞ്ചനാപരമായിട്ടുള്ള രീതിയിലാണ് അവര് ഈ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. അതാണ് ഡെസിറ്റിഫുൾ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത്. വഞ്ചനാപരമായ രീതിയിലാണ് അവര് അറ്റംപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ മറുപടികളും അല്ലെ, നല്ല ഇൻഫോർമേഷൻസും പാസ്വേഡ് ഒക്കെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ പേഴ്സണലി സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. Then എന്താണ് ഫിഷിംഗ് അറ്റാക്സ് ഓഫൺ ടേക്ക് ദ ഫോം ഓഫ് എ deceptive email, website or a message that will imitate legitimate entities, then tricking users into revealing their information. അപ്പൊ എന്താണ് അത്, അവര് എന്താണ് പ്രത്യേക ഒരു ട്രിക്ക് അനുസരിച്ചിട്ട് അല്ലെ, ഒരു സൂത്രത്തിലാണ് ഇവരെന്തെങ്കിലും ഇൻഫോർമേഷൻസ് വേണമെന്നുള്ള ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. സോഫ്റ്റ്വെയർ അത് അതിൻ്റെതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് പേഴ്സണൽ അല്ലെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ അത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട്, ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്വേഡ് ഐഡി കാർഡ് അതിന്റെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. എനിവേ എല്ലാം തന്നെ അവർക്ക് നമ്മൾക്ക് ചോർത്തി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇമെയിൽ ഐ ഡി, വെബ് അഡ്രസ്സും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ എന്താണ് ആക്ച്വലി അവർക്ക് അവരുടേതായിട്ടുള്ള ആ രീതിയിൽ തന്നെ ചൂഷൺ ചെയ്തെടുക്കാനായിട്ടും അവരുടെ ട്രാക്ക് കീഴടക്കാനായിട്ടും സാധിക്കും. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു മീനിങ്ങിൽ നിങ്ങൾ എടുത്താൽ മതി, ഒരു വലയിട്ട് എറിഞ്ഞു തരും. ഓൾമോസ്റ്റ് അതിൽ കുടുങ്ങുന്നവര് കുടുങ്ങും അല്ലെ, മീനുകൾ പെടുന്നവര് അതിൽ പെടും. ഓൾമോസ്റ്റ് കിട്ടിയാൽ എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലുള്ള കാര്യം നമ്മൾ കണ്ടു. ജസ്റ്റ് മാൽവെയറിനെ കുറിച്ച് കണ്ടു, അത് വൈറസിന്റെ കാര്യങ്ങളാണ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയച്ചിട്ട് നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിലൂടെ അവരെ കൈകാര്യം ചെയ്തെടുക്കുന്നു. തേർഡ് വൺ ഓക്കെ ആണോ? ഇതൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. മാൽവെയർസ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് പോവുക. എന്താണ് നെക്സ്റ്റ് നോക്കുക, ഐഡന്റിറ്റി തെഫ്റ്റ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്താണ് പറയുന്നത് നോക്കാം. Identity theft happens when someone acquires and uses another person's personal information, such as social security numbers, credit card details, or login credentials without their permission. അതായത് ഇത് എന്താണ്, ഒരു പെർമിഷനും ഇല്ലാതെ തന്നെ അതിലേക്ക് ചൂഴ്ന്നെടുക്കാണ് അല്ലെ, അതിലേക്ക് വലിഞ്ഞു കയറിയാണ്. അപ്പൊ അയാളുടെ നമുക്കറിയാം ക്രെഡൻഷ്യൽസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് പ്രധാനപ്പെട്ട രേഖകൾ. അപ്പൊ അവരിലേക്ക് അല്ലെ ഒരു പ്രത്യേകിച്ച് ഇതുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നമ്പർ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നമ്പർ ആണെന്ന് അല്ലെ, നമുക്ക് അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉള്ള നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാതെ അവർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, അങ്ങനെ ചൂഷണം ചെയ്യണമെന്ന് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യും, ആ രീതിയിൽ തന്നെ അത് മുതലെടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഐഡന്റിറ്റി തെഫ്റ്റ്, അവിടെ കള്ളത്തരം ചെയ്യുന്നത് അവരുടെ ഐഡന്റിറ്റിയാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അവർ ചൂഴ്ന്നെടുക്കുകയാണ്. അങ്ങനെ എടുത്തിട്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഐഡന്റിറ്റി തെഫ്റ്റ് ഹാപ്പൻസ് when someone acquires and uses another person's personal information. മറ്റുള്ള വ്യക്തികളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നേടിയെടുക്കുന്നു അല്ലെ, യൂസേഴ്സിന്റെ സമ്മതമില്ലാതെ നേടിയെടുക്കുന്നു. സച്ച് ആസ് സോഷ്യൽ സെക്യൂരിറ്റി, അത് ഏതൊക്കെ തരത്തിലുള്ള പേഴ്സണൽ ഇൻഫോർമേഷൻസ് ആണ് പറയുന്നത്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഓർ ലോഗിൻ ക്രെഡൻഷ്യൽസ്, അതായത് പ്രധാനപ്പെട്ട പേപ്പറുകൾ അല്ലെ രേഖകള്, വിത്തൗട്ട് ദെയർ പെർമിഷൻ, അവരുടെ പെർമിഷൻ ഇല്ലാതെ നേടിയെടുക്കുന്നു. ദിസ് ക്യാൻ എൻഡ് ഇൻ ഫിനാൻഷ്യൽ ലോസ്, unauthorized entry to accounts and damage to an individual's reputation. ചിലപ്പോ നമുക്കറിയാം ഇത് ആദ്യം ഒന്നും ആർക്കൊന്നും മനസ്സിലാവില്ല അല്ലെ, ചിലപ്പോ ഒക്കെ കുറച്ച് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന ചിലപ്പോ അക്കൗണ്ടിലൊക്കെ എന്താണ് എമൗണ്ട് ഒക്കെ പോകുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും അല്ലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലോസുകൾ, ഇപ്പൊ ബിസിനസ് ഒക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്ലെ ട്രാക്കുകളിൽ പർച്ചേസിങ് സെയിലും കാര്യങ്ങളൊക്കെ ഓർഡറൊക്കെ എവിടെയൊക്കെ തെറ്റി മിസ്സിംഗ് ആയിട്ട് എവിടേക്കോ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഇവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് എന്തോ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ അത് മാത്രമല്ല ചിലപ്പോഴൊക്കെ അവരുടെ പ്രശസ്തിക്ക്, റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് പ്രശസ്തിക്ക് കളങ്കം സംഭവിക്കും. അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡിക്ക് എടുത്ത് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇമെയിൽ ഐ ഡിക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പബ്ലിക് ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ID പ്രൂഫ് വെച്ചിട്ട് തന്നെ പബ്ലിക് ആയിട്ട് തന്നെ എല്ലാവരിലേക്കൊക്കെ എന്തെങ്കിലും ബിസിനസിൻ്റെതായിട്ടുള്ള മാറ്റേഴ്സുകളൊക്കെ
അല്ലെ തെറ്റായ മെസ്സേജുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷനെ അവരുടെ പ്രശസ്തിയെയും കൂടി കളങ്കം വരുത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു അവർക്ക് അറിയാതെ തന്നെയാണ് കയറി പറ്റുന്നതെങ്കിലും ബിസിനസ് ഫേമിനെ സംബന്ധിച്ചത് നഷ്ടം തന്നെ അല്ലെ. അത് അറിയാതെ കയറി പറ്റിയത് എല്ലാത്തിലേക്കും അവർ കയറി പറ്റുകയാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, ചിലപ്പോഴായിട്ട് എന്താണ് അവരുടെ പ്രശസ്തിക്ക് ഭംഗം വരുത്താനായിട്ടുള്ള മെസ്സേജുകളൊക്കെ പബ്ലിസിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല ബിസിനസ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവരെന്തെങ്കിലും സ്ട്രാറ്റജികളൊക്കെ ചോർത്തിയെടുക്കുകയും അതല്ലെങ്കിൽ തെറ്റായ മെസ്സേജുകളൊക്കെ പാസ് ഔട്ട് ഒക്കെ ചെയ്യുമ്പോഴെന്താണ് പബ്ലിക്കിന്റെ ഇടയിൽ മോശമായിട്ടുള്ള ഒരു രീതി നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് ആ ബിസിനസ് ഫേം തകർന്നു പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. ശരിയാണോ? അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഉണ്ട് അല്ലെ. നമുക്ക് അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട്. കാരണം അവര് ഫിനാൻസ് മാത്രമല്ല ലക്ഷ്യമിടുന്നത്, ചിലപ്പോഴൊക്കെ പല തന്ത്രങ്ങളും നേടിയെടുക്കാൻ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജീസ് നേടിയെടുക്കാനായിട്ട് ഈ ഒരു ഐഡിയ അല്ലെ അവരുടെ ആ ഒരു കാര്യങ്ങൾ സെക്യൂരിറ്റി ഐഡി നമ്പറുകളോ എന്തെങ്കിലുമൊക്കെ അവർ യൂസ് ചെയ്യും. അതേമാതിരി തന്നെ എന്താണ് അവർക്ക് മോശം അല്ലെ അഭിപ്രായം സൃഷ്ടിക്കാനായിട്ടുള്ള തന്ത്രങ്ങളും അതിലൂടെയൊക്കെ അവര് നിർവചിച്ചെടുക്കും എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് നോക്കാം, ഡാറ്റ ബ്രീച്ചസ്. ഡാറ്റ ബ്രീച്ചസ് എന്ന് പറയുന്നത് അത് നോക്കാം. ഡാറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞ ലംഘനങ്ങളാണ്. ഡാറ്റ ബ്രീച്ചസ് ഇൻക്ലൂഡ് unauthorized entry to sensitive information like personal records, financial data, or intellectual property, normally through hacking or exploiting vulnerabilities in systems or networks. So, നമ്മൾ ചിലപ്പോഴൊക്കെ ബിസിനസ് ഫോമുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവരിപ്പോ എന്തെങ്കിലും അല്ലെ ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഒക്കെ പ്രോബ്ലംസ് വരാണെങ്കിൽ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ ബിസിനസ്സിലെ മാനേജേഴ്സിനോ അവിടെയുള്ള വർക്കേഴ്സിനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ ഈ പുറത്തുനിന്നുള്ള ടെക്നീഷ്യന്മാരെയൊക്കെ നിയമിക്കും ഇല്ലേ, ഉണ്ടാവില്ലേ, ഉണ്ടാവോ? അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നെറ്റ്വർക്ക് കൈകാര്യം ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നിയമിക്കും ഇല്ലേ. അപ്പോ അവര് ചിലപ്പോ ചില ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കും. ഇൻ കേസ് ചിലതൊക്കെ നമ്മൾ എന്താണ് അവര് നന്നാക്കാനായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ അവർ പറയുന്ന മാതിരി തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. തീർച്ചയായിട്ടും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബിസിനസ് ഫേം നടത്തുന്നവരെന്താ ഉദ്ദേശിക്കുന്നത്, അത് ക്ലിയർ ചെയ്ത് പോകണം അല്ലെ. പക്ഷെ അവരെന്താ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഹാക്കേഴ്സ് ആണെങ്കിൽ അവരെന്താ ചെയ്യാം, ഇത്തരത്തിലുള്ള ചൂഷണം ചെയ്ത് കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നേടിയെടുത്തിട്ട് അവരെന്താണ് അവരുടേതായിട്ടുള്ള ബിസിനസ് ഫേമിന്റെ റെക്കോർഡ്സുകളും ഫിനാൻഷ്യൽ ഡാറ്റകളും അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവര് അതിലേക്കൊക്കെ കൈകടത്താനൊക്കെ ആയിട്ട് തുടങ്ങും. അങ്ങനെ പൊതുവെ നമുക്കറിയാം അവരിൽ നിന്നും അനുമതി ഇല്ലാതെയാണ് അവരത് അല്ലെ നമ്മള് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമല്ല അവര് ചെയ്യുന്നത്. അവരെ അല്ലെ ബിസിനസ്സുകാരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെയാണ് ഉള്ളിൽ കയറി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവര് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ ബ്രീച്ചസ് മെയിൻ എൻഡ് ഇൻ എ ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ ലോസസ്, റെപ്യൂട്ടേഷണൽ ഡാമേജ് ആൻഡ് കോംപ്രമൈസ്ഡ് പ്രൈവസി. അപ്പോഴും ഇവർക്കും അവസാനമായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുക അല്ലെ, എന്തോ സംതിങ് സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ ആരും അല്ലെ ഇതിലെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ട്, ഡാറ്റകളൊക്കെ എന്തോ മിസ്സിങ് വന്നിട്ടുണ്ട് അല്ലെ, നമ്മുടെ റെപ്യൂട്ടേഷനെ നമ്മുടെ പ്രശസ്തിയൊക്കെ ബാധിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾക്കൊക്കെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ് ഇങ്ങനെ എന്തെങ്കിലും അല്ലെ നിയമ ലംഘനങ്ങൾ നടത്തി അത് കയറി പറ്റിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഡാറ്റ ബ്രീച്ചസ് അതും നിയമലംഘനങ്ങളിൽ പെടുന്ന ഒന്നാണ്. പലതരത്തിലും അല്ലെ ഇതുകളുണ്ട് ഈ കാലഘട്ടത്തില് എല്ലാവരെയും വിശ്വസിക്കാനായിട്ട് അല്ലെ നമുക്ക് പറ്റണമെന്നില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് ജീവിച്ചു പോകേണ്ടതായിട്ട് വരും അല്ലെ. എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഏബിൾ ആവണമെന്നില്ല. അപ്പൊ മറ്റുള്ളവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടതായിട്ടും വരും. പക്ഷെ എല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു അല്ലെ ഒരു പ്രൈവസി എല്ലാത്തിൻ്റെതായും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. നെക്സ്റ്റ് നോക്കാം, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം എന്തോ ഒരു ഇടതലക്കാരന്റെ ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ. മാൻ ഇൻ ദ മിഡിൽ, അതിന്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ ചിലപ്പോ ചോദിക്കാറുണ്ട്. MITM എന്നുള്ള ആ ഒരു ഷോർട്ട് ഫോം തരുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ്. എങ്ങനെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്സ് ഇൻക്ലൂഡ് ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് ദെയർ നോളേജ്. അതായത് രണ്ട് പാർട്ടീസ് നമ്മളിപ്പോ ഒരു ഫോൺ അല്ലെ ഒരു രണ്ട് തലക്കിലും വ്യക്തികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ രണ്ടുപേരുടെയും പെർമിഷൻ ഇല്ലാതെ മൂന്നാമതൊരാള് കയറി പറ്റുകയാണ് അല്ലെ.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്റർസെപ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് ദെയർ നോളജ്. രണ്ട് പാർട്ടികളുടെയും നോളജ്, അറിവൊന്നുമില്ലാതെ തന്നെ എന്താണ് അവരുടെ കമ്മ്യൂണിക്കേഷന്റെ ഇടയിലേക്ക് ഒരു കൂട്ടര് നുഴഞ്ഞു കയറുകയാണ്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? അറ്റാക്സ് ക്യാൻ overhear, modify or inject spiteful content into communication, then potentially compromising sensitive information or handling the exchange. നമുക്കറിയാം വലിയ വലിയ തലപ്പത്തുള്ള ആൾക്കാര് അല്ലെ, നമ്മള് രാഷ്ട്ര തലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭരണാധിപന്മാരും കാര്യങ്ങളൊക്കെ അല്ലെ, ഭരണം നടത്തുന്ന മന്ത്രിമാരും കാര്യങ്ങളിലൊക്കെ വലിയ ഇങ്ങനെയൊക്കെയുള്ള ഇതികളിലേക്കൊക്കെയാണ് അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ ഫോൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള രണ്ട് സംഭാഷണങ്ങളാണെങ്കിൽ അതിലേക്ക് നുഴഞ്ഞു കയറി തന്ത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം ക്യാച്ച് ചെയ്തെടുക്കും അല്ലെ. അങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്താ പ്രത്യേകത? അത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അവര് വേറെ അല്ലെ, അത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഫിനാൻഷ്യലി കാര്യം മാത്രമല്ല അല്ലെ അവിടെ സംഭവിക്കുന്നത്. വലിയ വലിയ തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അത് അവർക്ക് അതിൻ്റെതായ രീതിയിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു കുറ്റമുണ്ട്. അങ്ങനെയുള്ള കുറ്റയാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അവരെന്താണ് നേടിയെടുക്കുന്ന വിവരങ്ങളിൽ ചിലപ്പോൾ ഇച്ചിരി കൂടി മോഡിഫിക്കേഷൻ ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഭേദഗതികളൊക്കെ കൊടുത്ത് അല്ലെ അവരുടേതായ രീതിയിലേക്ക് അവരത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങും അല്ലെ. അതിപ്പോ ചെറിയ ബിസിനസ് ഫേമുകളാണെങ്കിൽ മാത്രമല്ല, മറ്റു വലിയ വലിയ കാര്യങ്ങളിലാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള അറ്റാക്സ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് നോക്കാം പാസ്വേഡ് അറ്റാക്സ്. അപ്പൊ പാസ്വേഡ് അറ്റാക്സിൽ നോക്കാം. ഇത് മാൻ ഇൻ ദ മിഡിൽ മിക്കപ്പോഴും കാണാറുണ്ട് കേട്ടോ. അത് ക്വസ്റ്റ്യൻ കാണാറ് ഒന്നല്ലെങ്കിൽ ഷോർട്ട് ഫോമിന്റെ ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ് വിത്തൗട്ട് ദെയർ നോളജ് അല്ലെ വിച്ച് അറ്റാക്സ് ആണെന്നുള്ളത് അങ്ങനെയും കാണാറുണ്ട് മിക്കപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ അത് നോട്ട് ചെയ്തേരെ. നെക്സ്റ്റ് നോക്കാം പാസ്വേഡ് അറ്റാക്സ്. Password attacks aim to attain unauthorized entry to accounts by cracking or bypassing password security. നമ്മുടെ അല്ലെ വലിയ പാസ്വേഡ് സെക്യൂരിറ്റിയുടെ രീതിയാണ് അവിടെ. അൺഓതറൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇവരും പാസ്വേഡ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കോമൺ ടെക്നിക്സ് കൺസിസ്റ്റ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്, ഡിക്ഷണറി അറ്റാക്സ് ആൻഡ് credential stuffing, where attackers use stolen or leaked password from other sources to attain unauthorized access. അതായത് വേറെ ഏതെങ്കിലും അല്ലെ, അത് സാധാരണ രീതിയിൽ നേരിട്ട് കയറിയിട്ടല്ല പാസ്വേഡ് ചൂഷണം ചെയ്തെടുക്കുന്നത്. അത് ഏതെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവര് അതിന്റെ പാസ്വേഡ് എടുത്തിട്ട് എന്തെങ്കിലും അല്ലെ മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പൊ അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് വീണ്ടും അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യണമെങ്കിൽ അല്ലെ ആ പാസ്വേഡുകൾ നേടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവർക്ക് അത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ വഞ്ചനപരമായിട്ടുള്ള പ്രവേശനം നേടിയെടുത്തിട്ടാണ് അവര് ലോഗിൻ ചെയ്തിട്ട് ആ ഫോമുകളിലേക്ക് കയറിപ്പറ്റുന്നത്. ദെൻ മോഷ്ടിച്ച യൂസേഴ്സിന്റെ നെയിമും പാസ്വേഡ് ഒക്കെ യാന്ത്രികമായിട്ട് തന്നെ കുത്തിവെച്ചിട്ട് അവരെന്ത് ചെയ്യും, ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കയറി പറ്റാമെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് കയറി പറ്റിയിട്ട് തീർച്ചയായിട്ടും എന്നിട്ട് അവരുടേതായിട്ടുള്ള കുറെ മാറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഓൾറെഡി എന്താണ് പാസ്വേഡ് സെയിം ആണ്, ഓക്കെയാണ്. പക്ഷെ അവിടെ പ്രവർത്തിക്കുന്ന കൂട്ടരാരാണ്? വേറെ കൂട്ടരാണ് അല്ലെ. സാധാരണ കറക്റ്റ് ആയിട്ട് എന്താണ് അതിന്റെ അവകാശമുള്ള പേഴ്സൺ അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രവർത്തനം എന്താണ്? അവരുടെ നുഴഞ്ഞു കയറിയവരുടെ കൈകളിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, അതുകൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ തകർന്നു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. സാധാരണയായിട്ട് പാസ്വേഡുകൾ കൈകാര്യം ചെയ്യേണ്ടവരല്ലാതെ തന്നെ മറ്റൊരു കൂട്ടര് അതിലേക്ക് നുഴഞ്ഞു കയറി അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മൊത്തത്തില് എന്താണ് അത് എല്ലാത്തിന്റെയും ബിസിനസിന്റെ കാര്യങ്ങളുടെ ഒക്കെ മൊത്തത്തില് ബാധിക്കും. അങ്ങനെ അവരുടെ ഫെയിലായിട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കാം ഇൻസൈഡർ ത്രെഡ്സ്. ഇപ്പൊ നമ്മള് പല കൂട്ടരെയും പുറത്തുനിന്ന് കയറുന്നതൊക്കെയാണ് കണ്ടത് അല്ലെ. നന്നാക്കാൻ വന്നവരെ ടെക്നീഷ്യന്മാരെ അടക്കം നമ്മൾ കുറെയൊക്കെ ഡിസ്കസ് ചെയ്തു. അതായത് പോലെ തന്നെ സംഭാഷണം നടത്തുന്നവരുടെ ഇടയിലൊക്കെ കയറി പറ്റിയവരെ പറഞ്ഞു. ഇനി നമ്മളുടെ കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ ബിസിനസ് ഫേമിൽ തന്നെ ഉള്ളിലുള്ളവരും ഇത്തരത്തിലുള്ള വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുമോ? ഏതെങ്കിലും ഒരു ബിസിനസ് ഫേമിന്റെ ഒക്കെ ഉള്ളിലുള്ളവരും വഞ്ചിക്കാൻ സാധ്യതയുണ്ടോ ഈ കാലഘട്ടത്തില്? ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാവരെയും നമുക്ക് ഓൾമോസ്റ്റ് കൈകാര്യം മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കണമെന്നില്ല.
ഇവിടെ ഇൻസൈഡർ ത്രെഡ്സ് അങ്ങനെയുള്ള ഉള്ളിലുള്ളവരുടെ കാര്യം പറയുന്നത്. ഇൻസൈഡർ ത്രെഡ്സ് മീൻസ് risk caused by individuals within an organization who have authorized entry into system or sensitive data. അതായത് അവർക്ക് ഓതറൈസ്ഡ് അധികാരമുള്ളവർ തന്നെയാണ് അതിന്റെ ഉള്ളിൽ കയറി പറ്റിയിട്ട് കാര്യങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ അവരുടെ അല്ലെ എന്തെങ്കിലും ചിലപ്പോഴെങ്കിൽ നല്ല ലീഡർഷിപ്പ് സമയത്തൊക്കെ അവരൊന്നും നിയോഗിച്ചിട്ടുണ്ടാവില്ല, അവർക്കൊന്ന് ബാക്ക് പൊസിഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ്, അപ്പൊ അന്ന് ശരിയാക്കി തരാം അല്ലെ, എന്തെങ്കിലും കമ്പനിയുടെ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്താണ്, അവര് നാച്ചുറലി എന്താണ് അവരുടെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എൻട്രി ചെയ്തിട്ട് എന്താണ് അവർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോഴെങ്കിൽ തെറ്റായ കാര്യങ്ങളൊക്കെ അയച്ച് എന്താണ് മെസ്സേജുകളൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. ദീസ് ത്രെഡ്സ് ക്യാൻ റൈസ് ഫ്രം spiteful intent, negligence or unthinking actions that compromise security. ചിലപ്പോഴൊക്കെ ഇവരുടെ അശ്രദ്ധ കൊണ്ടും ആവാം കേട്ടോ. ചിലപ്പോൾ അറിയാതെ തന്നെ അവിടെയുള്ളവരെയൊക്കെ അശ്രദ്ധ മൂലം കൊണ്ടും അല്ലെങ്കിൽ ചിന്തിക്കാത്തക്ക വിധത്തിലല്ലാത്ത രീതിയിലും തന്നെ അവര് എന്തെങ്കിലുമൊക്കെ വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ എല്ലാ പോയിന്റ്സും ഇങ്ങനെ മസ്റ്റായിട്ട് ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട, എന്താണ് മീൻ ചെയ്യുന്നതെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ മാൻ ഓഫ് ദ മീഡിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ മതി. ബൈഹാർട്ടായിട്ടൊന്നും ഇതൊന്നും പഠിച്ച് എടുക്കണമെന്ന്. അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ വെറുപ്പുളവാക്കുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവര് കയറി പറ്റുന്നത്. അങ്ങനെ അശ്രദ്ധ മൂലം അല്ലാതെ തന്നെയും അറിഞ്ഞുകൊണ്ടും അവരെന്തെങ്കിലുമൊക്കെ ആക്ഷൻസുകളൊക്കെ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ എന്തെന്ന് പറയാം, ഇൻസൈഡർ ത്രെഡ്സ് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കേഴ്സ് നോക്കാം. അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്ക്സ്. ഇതുവരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലുമൊക്കെ പോയിന്റ്സുകൾ ഇടപെടാന്ന് എന്തെങ്കിലുമൊക്കെ മൈൻഡിലേക്ക് കയറിയോ? ഒരുപാട് ബൈഹാർട്ടൊന്നും പഠിക്കൊന്നും വേണ്ട, പക്ഷെ ഇതുകൾ എന്താണ് ആശയം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. മാൽവെയർ എന്ന് പറയുന്നത് വൈറസ് ആണ്, അല്ലെങ്കിൽ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അല്ലെ, നമ്മള് തരുന്ന രീതിയിലനുസരിച്ചിട്ട് എല്ലാവരും വിശ്വസിച്ച് എല്ലാ ഇൻഫോർമേഷൻസും കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഐഡന്റിറ്റി തെഫ്റ്റ്, നമ്മുടെ ഐഡന്റിറ്റി ചൂഷണം ചെയ്തെടുത്ത് കൈകാര്യം ചെയ്യുന്നത്. ഡാറ്റ ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ ലംഘനം നടത്തുന്നവര് അല്ലെ, അങ്ങനെ ലംഘനം നടത്തിയിട്ട് നമ്മുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. മിഡിൽ മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുമ്പോൾ ഇടക്കാരൻ അല്ലെ, ഇടനിലക്കാരൻ എന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നത്. പാസ്വേഡ് അറ്റാക്ക്, പാസ്വേഡുകൾ എന്താണ് കറക്റ്റ് ആയിട്ട് പാസ്വേഡ് ഉള്ള ആളല്ലാതെ അല്ലാത്ത രീതിയിൽ കയറി പറ്റിയിട്ട് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇൻസൈഡർ ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ തന്നെയുള്ള വ്യക്തികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ദെൻ അൺസെക്യൂർഡ് വൈഫൈ നെറ്റ്വർക്കേഴ്സ് നോക്കാം. വായിക്കണോ? ജസ്റ്റ് വായിച്ചു, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. വായിക്കുന്നുണ്ടോ? ലാസ്റ്റ് പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് മതിയോ? ഓക്കെ, ജസ്റ്റ് ലാസ്റ്റ് പോയിന്റ് കൂടി പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. യൂസിങ് അൺസെക്യൂർഡ് ഓർ പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക്സ് can reveal users to risk like data interruption, unauthorized entry and man-in-the-middle attacks. നമ്മൾ കണ്ടായിരുന്നു അല്ലെ, നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കയറി പറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ഇതുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലെ. നമ്മൾ മാനിന്റെ മിഡിലാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലായത്. നമ്മൾ പോകുന്ന മെസ്സേജുകൾ പോകുന്ന ഇടയിലാണ് അദ്ദേഹം കയറി പറ്റിയിട്ട് വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു നെറ്റ്വർക്കിലൂടെ ഉള്ള അതിനെ ഇന്റർസെപ്ഷൻ ചെയ്യുന്നത്, അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഇപ്പൊ നന്നായിട്ട് കൈകാര്യം ചെയ്തു പോകുന്ന കമ്പനിയാണ്. അപ്പൊ എവിടെയെങ്കിലും നെറ്റ് ഇഷ്യൂസുകളൊക്കെ വരുത്തി തീർത്ത് കഴിഞ്ഞാൽ അവരുടെ വർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കുമോ? ഉണ്ടാവോ?
നെറ്റ്വർക്ക് ഇല്ല എങ്കിൽ അവരുടെ ബിസിനസ് വർക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുത്തി കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ നന്നായിട്ട് റൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കുമോ? പറ്റില്ല അല്ലെ. അപ്പൊ ആ ട്രാക്കിന്റെ ഉള്ളിലും എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു നെറ്റ്വർക്ക് ട്രാക്കിന്റെ ഉള്ളിൽ അല്ലെ അതിന്റെ ആ ഫ്ലോയുടെ ഉള്ളിലും എന്തെങ്കിലും വഞ്ചനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Attackers can snatch network traffic and capture sensitive information passed through these networks. അതായത് നമ്മുടെ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ കയറി പറ്റിക്കൊണ്ട് ആ ട്രാക്കിന്റെ ഉള്ളിൽ കയറി പറ്റിക്കൊണ്ട് ഇൻഫോർമേഷൻസ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കംപ്ലൈന്റ് വരുത്താനായിട്ട് സാധിക്കും. ദെൻ കൂടാതെ തന്നെ എന്താണ് ട്രാക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. To mitigate online security threat, it is necessary to adopt security best practice like using strong and unique password, frequently updating software and applications, and enabling two-factor authentication, being cautious of a dutiful email or links, and keeping awareness of current. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താണ് ഇതിനൊരു അപ്ഡേഷൻ ഒക്കെ എപ്പോഴും വരുത്തണം അല്ലെ. ഈ പാസ്വേഡും കാര്യങ്ങൾക്കൊക്കെ ഒരു അപ്ഡേഷൻ, നല്ല തരത്തിലുള്ള സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉള്ള പാസ്വേഡുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും ശ്രമിക്കണം എന്നുള്ളതാണ്. ടു മിറ്റിഗേറ്റ് എന്താണ് അതിന് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഇങ്ങനെയുള്ള അല്ലെ ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെസസറി ടു അഡോപ്റ്റ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസ് ലൈക്ക് യൂസിങ് സ്ട്രോങ് ആൻഡ് യൂണിക് പാസ്വേഡ് അല്ലെ. നല്ല ശക്തമായിട്ടുള്ളതും നല്ല തരത്തിലുള്ള യൂണിക് ആയിട്ട് എല്ലാം കൂട്ടി യോജിപ്പിച്ച് പോകാനായിട്ട് നമ്മുടെ ഇടയിൽ കയറി പറ്റാൻ സാധ്യതയുള്ള തരത്തിലുള്ള പാസ്വേഡുകളൊന്നും അല്ലെ സ്വീകരിക്കാതെ അതിന് പറ്റുന്ന തരത്തിലുള്ള ശക്തമായിട്ടുള്ള പാസ്വേഡുകൾ സ്വീകരിക്കാം. ഫ്രീക്വന്റ്ലി അപ്ഡേറ്റ് അല്ലെ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ദെൻ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് തന്നെ അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ ഓക്കെയാണ്. അതിന്റെ ഇടയിലൊന്നും മാറി കയറി പറ്റുന്നില്ല. പലതരത്തിലുള്ള അവരവരുടേതായിട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളും അല്ലെ അതൊക്കെ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. നമുക്കറിയാം ഏറ്റവും ബിസിനസിന്റെ അങ്ങ് അവസാനം വന്നുകൊണ്ട് ലോസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് പകരം ഇടയ്ക്ക് കയറിയിട്ട് എങ്ങനെയെങ്കിലും അല്ലേ നമ്മളിപ്പോ നമുക്കറിയാം പർച്ചേസും സെയിലും അങ്ങനെയൊക്കെയുള്ള മാനുഫാക്ചറിങ് സംഭവങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഓരോന്നും ഓരോ പ്ലേസുകളിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊന്നും ആയിരിക്കില്ല ഡെലിവറിയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഒരു അപ്ഡേഷൻ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ആരും ഇതിന്റെ ഇടയിൽ നുഴഞ്ഞു കയറി കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. enabling two factor authentication അതായത് എപ്പോഴും നമ്മൾ നല്ല അംഗീകാരമുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. being cautious of dutiful email or links അല്ലെങ്കിൽ ഡക്റ്റ് ആയിട്ടുള്ള ഇമെയിലോ അല്ലെങ്കിൽ ലിങ്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും തലവെച്ച് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. ആൻഡ് കീപ്പിംഗ് അവയർനെസ് ഓഫ് കറന്റ് സെക്യൂരിറ്റി ത്രെറ്റ്സ് ഇപ്പോഴുള്ള നിലവിലുള്ള ത്രെറ്റുകൾ അല്ലെ വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്കറിയാം. ഫോണൊക്കെ വിളിക്കുമ്പോൾ ജസ്റ്റ് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ത്രെറ്റുകളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. അതിനൊരു മുന്നറിയിപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബിസിനസ് കാര്യങ്ങളിലും അങ്ങനെ തന്നെ ചിന്തിക്കണം. നിലവിലുള്ള ത്രെറ്റുകളൊക്കെ എന്തൊക്കെയാണ് അതനുസരിച്ചിട്ടൊക്കെ നമ്മുടേത് ഓക്കെയാണോ എന്നൊക്കെ വിലയിരുത്തണം. then employing dependable security software, frequently backup data and keeping informed about the latest security practice. അതായത് എപ്പോഴും അല്ലെ അവിടെയുള്ള വർക്കേഴ്സിനാണെങ്കിലും എല്ലാവർക്കും സെക്യൂരിറ്റി കൊടുക്കുന്ന രീതിയിൽ തന്നെ അതേമാതിരി തന്നെ എന്താണ് ഫ്രീക്വന്റ്ലി ബാക്കപ്പുകളൊക്കെ അല്ലെ എപ്പോഴും നമ്മൾ അപ്ഡേഷൻ കൊടുത്തിക്കൊണ്ടിരിക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ത്രെട്ടുകൾ ഉണ്ടോ എന്നുള്ളത് മുൻകരുതലായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്താണ് സെക്യൂരിറ്റി പ്രാക്ടീസ് can also help us safeguard against online security threats. നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ കാരണം ഇപ്പൊ എപ്പോഴും ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഏതായിട്ടുള്ള പാസ്വേഡും കാര്യങ്ങളൊന്നും ആർക്കും കൊടുക്കില്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിച്ചേർക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം. സൈബർ ത്രെറ്റ്സും ഇങ്ങനെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. സൈബർ ത്രെറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഉള്ളിൽ തന്നെയുള്ള വർക്കേഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് അല്ലെ.
പിന്നെ അതേമാതിരി തന്നെ എല്ലാവരും അല്ലെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ എന്റെ മിഡിൽ ആ ജസ്റ്റ് ആ ഒരു എന്താണ് ആശയം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അല്ലാതെ അതിന്റെ ആ ഒരു കറക്റ്റ് സെന്റൻസോ കാര്യങ്ങളോ എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. ആശയം എന്താണ് അല്ലെ അതാണ് മാത്രമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറ്. നിങ്ങൾക്ക് എന്തായാലും മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് വായിച്ചു നോക്കുക. ആണോ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. തുടങ്ങി വയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓവർവ്യൂ ആണ്. അതും കണ്ടാലറിയാം അത്യാവശ്യം ഉണ്ട് അല്ലേ. ഒരുപാട് വെറുതെ വായിച്ചു പോകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന മേഖല എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഇതാണ്. അതായത് റേറ്റുകളുടെ കാര്യങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ്. അതായത് അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ഡെത്ത് റേറ്റ് എന്താണ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, പ്രിവാലൻസ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ലാസ്റ്റ് ടോപ്പിക് ആണ് അതൊക്കെ. പിന്നെ ചലഞ്ചസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈ ഭാഗത്ത് നിന്നാണ് കുറെ ക്വസ്റ്റ്യൻസ് കാണാറ്. മാത്രമല്ല ആദ്യ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിച്ച് പോയാൽ തന്നെ മനസ്സിലാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ്. അത് മൊത്തത്തിൽ ഒരു എന്താ പറയാ മീനിങ്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, സ്കോപ്പ്, റോള്, തന്നെ ഹൗ ടു ബിക്കം എ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ, അവർക്ക് ഉണ്ടാവുന്ന പ്രിൻസിപ്പിൾസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ വരെയും ജസ്റ്റ് വായിച്ച് പോകാനുള്ളതേ ഉള്ളൂ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇത് ചെയ്ത് പോകാം. ബാക്കിയുള്ള ഭാഗമാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുള്ളത്. എടുത്തോ എല്ലാവരും? an overview of health and hospital administration. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അത് മൊത്തത്തിലുള്ള ഒരു അവലോകനമാണ് ഇവിടെ ഹെൽത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ മൊത്തത്തിലുള്ള ഒരു വീക്ഷണമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അത് വ്യത്യസ്ത പേരുകളിൽ തന്നെയാണ് ഈ ആരോഗ്യ പരിപാലനം അല്ലെ, അത് വ്യത്യസ്ത പേരുകളിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ ഭരണ നിർവഹണ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ഏതൊക്കെ പേരിലാണ് ഇതെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് or hospital management is the field that is related to leadership, management and administration of public health systems, healthcare systems, hospital and hospital networks in all the primary, secondary and tertiary sector. ഒരു വലിയൊരു സെന്റൻസ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് വ്യത്യസ്ത പേരുകളിൽ നമുക്ക് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററിനെ അറിയപ്പെടാം. ഈ ഹെൽത്ത്
ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന ഭരണ നിർവഹണത്തിനെ വ്യത്യസ്ത പേരിൽ നമുക്ക് അറിയപ്പെടാം. എന്തൊക്കെ പേരിൽ അറിയപ്പെടാം? ആ പോയിന്റ് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, നമ്മുടെ ആരോഗ്യ പരിപാലനം എന്നുള്ളത്, അത് ആരോഗ്യ സംരക്ഷണ പരിപാലനം എന്നുള്ളത്, തന്നെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെ, ഹോസ്പിറ്റലിലെ തന്നെ ഒരു മാനേജ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ അറിയപ്പെടാം. ഇതിന്റെ ആ ഫീൽഡ് എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു പ്രവർത്തനം എന്തെന്ന് പറയുന്നത് എന്താണ്? ലീഡർഷിപ്പ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള അവര് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് നിങ്ങളൊന്ന് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് മാനേജ്മെന്റുമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവര്, ഭരണ നിർവഹണത്തിലുള്ളവര് എപ്പോഴും കോണ്ടാക്റ്റബിൾ ആയിരിക്കും അല്ലെ. അവര് എന്താണ്, തീർച്ചയായിട്ടും ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അവർക്കുള്ളത്. അതായത് അവിടെയുള്ള വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വീക്ഷിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളത്. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എന്താണ്, ഹോസ്പിറ്റലാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് അറിഞ്ഞ് മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പുതിയ പുതിയ നയങ്ങളും നടപടിക്രമങ്ങളും അല്ലെങ്കിൽ കുറെ പോളിസികൾ, കുറെ പ്രോഗ്രാമുകൾ, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പബ്ലിക്കിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ കൂട്ടിയിണക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളത്. ശരിയാണോ? ഏതൊരു സ്ഥാപനമാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് ഭരണ നിർവഹണ എന്ന് പറയുന്നത് നമുക്കറിയാം മാനേജ്മെന്റ് ആയിട്ട്, അതേമാതിരി തന്നെയുള്ള അവിടെയുള്ള ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള മൊത്തം കാര്യങ്ങളുടെ ഇടനിലക്കാരനായിട്ട് നിൽക്കണം. അവിടെ നമുക്കറിയാം അവര് പറയുന്നത് മാനേജ്മെന്റിന് പറഞ്ഞു കൊടുക്കുന്നു, മാനേജ്മെന്റ് ഒക്കെ ഡിസ്കസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അല്ലെ ഇന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇന്ന പോളിസി അവിടെ രൂപീകരിച്ച് ഇന്ന നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ട്രെയിനിങ് അവിടെയുള്ള സ്റ്റാഫിന് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ സാധിക്കും, അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല പേര് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ടുള്ള ഭരണ നിർവഹരാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് അവിടെ പറയുന്നത്, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുന്ന ലീഡർഷിപ്പ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം, hospital and hospital network in all the primary, secondary and tertiary sector. അപ്പൊ ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഏത് തലത്തിലാണെങ്കിലും പബ്ലിക്കിന്റെ ഇടയിലും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഇടയിൽ നല്ല ലീഡർഷിപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല ഭരണ നിർവഹരായിട്ട് നിലകൊള്ളുന്ന വ്യക്തികളാണ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ലെവലിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, control and coordinate medical and health service for organizations and business. ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം എന്നുള്ളതിന്റെ സർവീസ് അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ രൂപീകരിക്കണം, എന്തൊക്കെ ഫോർമുലായിട്ട് ചെയ്യണം അല്ലെ, എന്തൊക്കെ നയങ്ങൾ രൂപീകരിക്കണം, അതൊക്കെ എവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൺട്രോൾ ചെയ്ത് അല്ലെ, എവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കി നിയന്ത്രിക്കുക അല്ലെ, കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. അതെല്ലാം അല്ലെ, എല്ലാ നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് എല്ലായിടത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, എല്ലാവരും അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ അത് എല്ലാത്തിനെയും കൂടി കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർ. As a healthcare administrator, it manages the benefit of employees as well as create a connection between benefits and decisions. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എംപ്ലോയീസിന്, അവിടെയുള്ള തൊഴിലാളികൾക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് കൊണ്ടുള്ള നേട്ടം ഉണ്ടാവുന്നത്. പിന്നെ എന്താണ് അവിടെയുള്ള അല്ലെ, അവിടെ ഇപ്പൊ ഫിസിഷ്യൻസ് ഉണ്ടെങ്കിലും അവർക്കും ഇദ്ദേഹത്തിൽ നിന്ന് കുറെ നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. As a healthcare administrator, it manages the benefit of employees as well as create a connection between benefits and physicians. ഇപ്പൊ ഫിസിഷ്യന് നമുക്കറിയാം വർക്കേഴ്സിന് അതിന് അത്യാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം പോലെ തന്നെ അങ്ങനെ കൊടുക്കുമ്പോഴെന്താണ് അവർക്ക് നമ്മുടെ ഡോക്ടേഴ്സിന്, ഫിസിഷ്യൻ ആണെങ്കിലും ഹെൽപ്പാണ് അല്ലെ. അപ്പൊ അവർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വരിക്കുന്ന പേഴ്സണെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ദീസ് റിക്വയർമെന്റ്സ് നീഡ്സ് എ ബ്രോഡ് background in business skills and specialized knowledge of the healthcare field. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കറിയാം പ്രൈമറി തുടങ്ങി ടെറിട്ടറി വരെയുള്ള എല്ലാ മേഖലകളിലേക്കും ഒരു പങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്കുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ സ്കില്ലുകൾ ആവശ്യമാണ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള കുറെ നോളജും അതോടൊപ്പം തന്നെ കഴിവുകളും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും എന്നുള്ളത് ജസ്റ്റ് മീനിങ് ആണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ജസ്റ്റ് വായിച്ചു നോക്കുക. കിട്ടിയോ? വയ്ക്കുന്നുണ്ടോ? ഒരു റിപ്ലൈയും ഇല്ലല്ലോ. അവിടെ ഇല്ലേ? ഓക്കെ ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫസ്റ്റ് പാരഗ്രാഫില്? നിങ്ങൾക്ക് ബോറായിട്ട് പോവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വരാം. നമുക്ക് എന്താ പറയാ ആ പ്രിൻസിപ്പൾസ് ഒബ്ജക്റ്റീവ്സ് വരെ ഈ അഡ്മിനിസ്ട്രേഷന്റെയും ഡ്യൂട്ടിയും കാര്യങ്ങളും തന്നെയാണ്. എന്നാലും നമുക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിച്ചോളൂ കേട്ടോ. എവിടെയെങ്കിലൊക്കെ എനിക്ക് കിട്ടാത്തത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പോവാം. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഭാഗത്താണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് കാണാറ്. പക്ഷെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിച്ചു കാണാറുണ്ട്. അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്തേരെ. അഡ്മിനിസ്ട്രേറ്ററിന്റെ കാര്യങ്ങൾ അടുത്തതിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ജസ്റ്റ് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാലോ. നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. പോകാലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ്. അതായത് അതിന്റേതായിട്ടുള്ള പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം, ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കോഴ്സ് അല്ലെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് HRA എന്ന് പറയുന്നത്. ഇപ്പോഴും അല്ലെ നമ്മള് ആ ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എബിലിറ്റി, കഴിവുകൾ, എല്ലാ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എല്ലാ അവയർനെസ്സും നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാവണം അല്ലെ. അപ്പൊ ആ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു രൂപരേഖ കിട്ടി ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എല്ലാ അവയർനെസ്സും കിട്ടണം എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ എടുത്തെടുത്ത് പറയുന്നത്. അവർക്ക് അതുണ്ടായിരിക്കണം, ഇങ്ങനെ കഴിവുണ്ടായിരിക്കണം, അങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം, നേതൃത്വ നിലയിൽ നിർത്താൻ കഴിവുണ്ടായിരിക്കണം അല്ലെ, ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കണം, അങ്ങനെ ഒരു സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ കഴിവുണ്ടായിരിക്കണം, മാനേജ്മെന്റിനെ അറിയിക്കാൻ കഴിവുണ്ടായിരിക്കണം. അങ്ങനെ പലതരത്തില് കാര്യം നമുക്കറിയാം അതിന്റെ സ്കോപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെ. ആ തന്ത്രങ്ങളെ മെനയാനായിട്ടുള്ള ഒരു കഴിവ്, എബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. Healthcare administration also often called the health administration and medical administration. അതായത് വ്യത്യസ്ത പേരുകളിൽ, അതായത് ചില ഹോസ്പിറ്റലുകാര് പല പേരുകളിൽ തന്നെ ഇതിന്റെ ആ ഒരു ഉണ്ട് അല്ലെ. ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദവിയായിരിക്കും, ചിലർക്ക് എന്തായിരിക്കും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും, ചിലർക്ക് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയായിരിക്കും. Includes making both a daily and a long-term decision that indicate the healthcare system's business strategies. ബിസിനസിന്റെ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാനായിട്ട് നമുക്കറിയാം ഈ തന്ത്രങ്ങൾ ഒരുപക്ഷെ ചെറുത് ഡെയിലി നമുക്ക് ആവശ്യമായിരിക്കാം. ദിവസേന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടെത്തി വരേണ്ടതുണ്ടാവും അല്ലെ. ഓരോന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചൊക്കെ അപ്പൊ അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടാവും. അതേപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻസും എടുക്കേണ്ടത് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള ബിസിനസ് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുക്കേണ്ടതുണ്ടാവും. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രാക്ടീസ് which manages, leads, oversees, administrates the operation of dynamics, complex healthcare entities including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. അതായത് നമുക്ക് അറിയാം വ്യത്യസ്ത സ്ഥലങ്ങളില് ഈ ഒരു ഡ്യൂട്ടി അല്ലെ ആവശ്യമായിട്ട് വരാം.
അപ്പൊ നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ നഴ്സിംഗ് ഹോമിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസിലിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനങ്ങളിലായിരിക്കും. എവിടെയാണെങ്കിലും നമുക്ക് എന്താണ് പലതരത്തിലുള്ള ഡ്യൂട്ടികൾ ഉണ്ടാവും. അത് ആ ഒരു ഫേമിന്റെ ഒരു രീതി അനുസരിച്ചിട്ടായിരിക്കും അല്ലെ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രാക്ടീസ് വിച്ച് മാനേജസ്, ലീഡ്സ്, ഓവർസീസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വെച്ചാൽ അവിടെ എന്താണ് ഡ്യൂട്ടി അല്ലെ, ആ ഡ്യൂട്ടിയെ മാനേജ് ചെയ്യുക, അവിടെ നേതൃത്വ നിലയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ വീക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിൽ അതിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഓരോ ഫേമിന്റെയും അല്ലെ ഓരോ ഓർഗനൈസേഷന്റെയും ഒരു അതിന്റെ വലിപ്പവും അതിൻ്റെതായിട്ടുള്ള കോംപ്ലക്സിറ്റി അല്ലെ സങ്കീർണമായിട്ടുള്ള വശങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ. ദെൻ ഹോസ്പിറ്റൽസ്, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഒരുപാട് നീണ്ടു നിൽക്കുന്ന വലിയ വലിയ ഹോസ്പിറ്റലുകൾ അല്ലെ, വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾക്കുള്ള ഹോസ്പിറ്റലുകളുണ്ട്, ചെറിയ ചെറിയ കെയറുകൾ അല്ലെ, ഹെൽത്ത് സെന്റേഴ്സ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ, ട്രീറ്റ്മെന്റുകളൊക്കെ കാര്യങ്ങളുണ്ട്, നഴ്സിംഗ് ഹോമുകളുണ്ട്, then എന്താണ് ഫാർമസീസുകൾ, അതേപോലെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഡ്യൂട്ടികൾ ഇവർ ചെയ്യേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ടും ഇവർക്ക് ഉണ്ടാവുന്ന റോൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഓവർകം ചെയ്യുക അല്ലെ, ഓവറോള് വീക്ഷണം ചെയ്ത് ലീഡർഷിപ്പ്, മാനേജ്മെന്റ്, കൺട്രോളിങ്, അതെല്ലാം അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ നേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും, സ്കോപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നതും അതിന്റെ സ്ഥാപനത്തിന്റെ രീതി അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. അതേമാതിരി തന്നെ സിഗ്നിഫിക്കൻസ്, അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നതും നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു റോളാണ് ആർക്കുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടായിരിക്കുക. Then last ഒരു ഇതും കൂടി പറയുന്നുണ്ട്. The importance of healthcare administration involves helping a facility operate daily, preparing programs for the public, training new employees and assisting every patients. പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് അല്ലെ, അദ്ദേഹത്തിന്റെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ പ്രധാന പങ്കുണ്ട്. പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ പബ്ലിക്, പൊതുജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഒപ്പിച്ചെടുക്കുക അല്ലെ, അവിടെ ജനങ്ങളുടെ ഇടയിൽ സേവനം നേടിയെടുക്കാനായിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരിക എന്നുള്ളൊരു രീതി അവലംബിക്കാനായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുക. അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, അതേമാതിരി തന്നെ എല്ലാ പേഷ്യൻസിന്റെയും അല്ലെ നമ്മുടെ ഒപ്പത്തിനൊപ്പം പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട റോളും ആർക്കുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ടാകും. നമുക്കറിയാം പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് പോയാൽ മാത്രമാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതെല്ലാം പ്രധാനപ്പെട്ട റോളുകളിൽ പെടുന്നതാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഇമ്പോർട്ടൻസ് റോളൊക്കെ ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. അതിൽ പെടുന്ന കാര്യങ്ങൾ അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇമ്പോർട്ടൻസ് റോൾസ് ചിലപ്പോൾ ചോദിച്ചു കാണാറുണ്ട്. ഒരു ചെറിയ പാരഗ്രാഫ് കൂടി എടുത്തോട്ടെ, ഫസ്റ്റ് പേജ് കഴിയും. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? സ്ലൈഡ് പോകുന്നില്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ. The hospital administrators are accountable for role of hospital administration. അതിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ് പറയുന്നത്. Hospital administrators are accountable for organizing and supervising the healthcare services and everyday activities of a hospital or a healthcare facility. പറഞ്ഞത് തന്നെയാണ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. എന്താണ് അവരുടെ പങ്ക് എന്ന് പറയുന്നത്? സൂപ്പർവൈസിങ് അല്ലെ, നമ്മുടെ അവിടെയുള്ള ആ സ്ഥാപനത്തിന്റെ പ്രവർത്തിക്കുന്ന വ്യക്തികളെല്ലാം സൂപ്പർവൈസ് ചെയ്യുക. അതേമാതിരി തന്നെ ഹെൽത്ത് സർവീസിലുള്ള വ്യക്തികളെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക. എവരിഡേ ആക്ടിവിറ്റീസ്, ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിലെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുക. ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ആ സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, അതായത് എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെയുണ്ടോ, എന്തൊക്കെ ആക്ടിവിറ്റി അവിടെയുണ്ടോ, എന്തൊക്കെ സർവീസ് അവിടെ പ്രദാനം ചെയ്യുന്നുണ്ടോ, അതിനെയെല്ലാം സൂപ്പർവൈസ് ചെയ്യുക, മേൽനോട്ടം വഹിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട റോളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉള്ളത്.
Then എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ദ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലും അഡ്മിനിസ്ട്രേറ്റർ മാനേജ്മെന്റിന് റോളുണ്ട്. അതായത് ഇൻക്ലൂഡഡ് ഓപ്പറേറ്റിംഗ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെ. നമ്മൾ നോക്കാം, അടുത്ത പോയിന്റിലേക്ക് പോവാം. അതായത് അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫ്രം ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ടു സ്റ്റാഫിംഗ് ടു ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ് ടു ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാൻ ടു മേക്ക് ഷുവർ ദ സക്സസ് ഓഫ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ അസിസ്റ്റൻസ്. അതായത് നമ്മളിപ്പോ ചെറിയ ദൈനംദിന കാര്യങ്ങളിൽ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പങ്ക് ഒന്ന് ഒതുങ്ങിക്കൂടുന്നത് അല്ലെ. നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷന് നമ്മൾ എപ്പോഴും എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എല്ലാ തലങ്ങളിലേക്കും ഇദ്ദേഹം പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ എന്താണ് എല്ലാ ഒരു വശങ്ങളെയും കുറിച്ച് നന്നായിട്ട് തന്നെ പഠിപ്പിക്കുക അല്ലെ. അത് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഇതുകൾ ഉണ്ടെങ്കിൽ ആ ഫെസിലിറ്റികളിലെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകേണ്ടതാണ്. അപ്പൊ ഡെയിലി ഓപ്പറേഷനിൽ നമ്മളിപ്പോ സ്റ്റാഫിങ്ങിന്റെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ നമുക്ക് അവിടെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി സ്റ്റാഫുകളൊക്കെ നിയമിക്കേണ്ടതുണ്ട്. ദെൻ ബഡ്ജറ്റിംഗ് ഫിനാൻസ് അല്ലെ. നമ്മളിപ്പോ ഫിനാൻസ് ലോങ് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രാറ്റജിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഒരു നീക്കിയിരിപ്പ് നടത്തേണ്ടത്. അപ്പൊ അത് മാനേജ്മെന്റിനെ അറിയിപ്പിച്ച് നമുക്ക് ഇത്രയും നീക്കിയിരിപ്പ് അല്ലെ ഈ കാലഘട്ടത്തിൽ വിപുലീകരിക്കാനായിട്ട് ഇത്രയും നീക്കിയിരിപ്പ് ബഡ്ജറ്റ് നമ്മൾ അവലോകനം ചെയ്ത് നീക്കിയിരിപ്പൊക്കെ നടത്തുന്നത്. അപ്പൊ പ്രത്യേകമായിട്ടും ഡെയിലി ഓപ്പറേഷൻസ് മാത്രമല്ല അവിടെ ലോങ് ടൈം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. അതിൽ ചിലപ്പോ ആണെങ്കിൽ എന്താണ് അവിടെ ആശുപത്രി സേവനങ്ങൾ മാത്രമല്ല ഒരുപക്ഷെ എന്താണ് അവിടുത്തെ സ്റ്റാഫുകളെ നിയമിക്കുന്ന തലങ്ങളിലേക്ക് വരെ ഇദ്ദേഹത്തിന്റെ റോള് ഉണ്ട് എന്നുള്ളതാണ്. Planning to make sure the success of the healthcare provider or a system. എപ്പോഴും എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും പ്ലാൻ ചെയ്ത് അല്ലെ. ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് അതിന്റെ എന്തെങ്കിലും വിജയം ഉറപ്പാക്കാനായിട്ട് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അത് നടപ്പാക്കി കൊണ്ടുവരിക എന്നുള്ളതും ആരുടെ റോളാണ്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവരുടെ പങ്ക് തന്നെയാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിയമനങ്ങൾ നടത്തേണ്ടതുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ അവലോകനം നടത്തി നീക്കിയിരിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റോളും ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് ഉണ്ട് എന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. വായിച്ചു നോക്കേണ്ട. എന്തായാലും പറഞ്ഞ കുറച്ച് മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്ത് പറയുന്നത്. അതായത് പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അതായത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് വിവരിക്കുന്നത്. അത്യാവശ്യം ഇതിന്ന് ഞാൻ പറഞ്ഞു. പൊതുവെ ഇതിങ്ങനെ ഓറലായിട്ട് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് നല്ലൊരു പങ്കുണ്ട് അല്ലെ. ആര് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്ക് നല്ലൊരു പങ്കുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനെയും വീക്ഷിക്കുക എന്നുള്ളത്, മുൻകൈ എടുക്കുക എന്നുള്ളത്, നല്ല പ്ലാൻ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത്, മാനേജ്മെന്റിനെ അറിയിച്ച് ഇടനിലക്കാനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്, അങ്ങനെ വ്യത്യസ്ത ഇപ്പൊ ഈ റോളിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. എന്താണ് അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, അതേമാതിരി തന്നെ ഹൗ ടു ബിക്കം അഡ്മിനിസ്ട്രേറ്റർ ആവാൻ സാധിക്കും, പ്രിൻസിപ്പൾസ്, ഇദ്ദേഹത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചൊന്ന് പോരേട്ടോ. കാരണം ഇത് നമുക്ക് ഇങ്ങനെ കേട്ടിരുന്ന് പോകേണ്ടതുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടും കൂടി പറയിപ്പിക്കാം. അല്ലെങ്കിൽ ബോറായെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നിച്ച് പോകാനായിട്ട് ശ്രമിക്കും.